ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലും പ്രതിപക്ഷ നേതാവും പറഞ്ഞു കഴിഞ്ഞു കെ സുധാകരൻ തിരുത്തിയല്ലോ. ആ ചൂട് പിടിച്ച് സംസാരിച്ചാൽ പോലെ സേനാപതിയും അത് കുഴപ്പമെന്നറിയാവോ? അത് വേണുഗോപാലിനും അപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നവർക്ക് മനസ്സിലാവും, നാട്ടുകാർക്കും ലീഗിന് പോലും മനസ്സിലാകത്തില്ല. ഈ പറയുന്ന മുസ്ലിം ലീഗിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ? പറ്റത്തില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇവരെന്തോ പറഞ്ഞാലും, ഇവരെങ്ങനൊക്കെ ഇതിനെ പറഞ്ഞാലും കേരളത്തിന്റെ പൊതു മനസ്സ് സുധാകരൻ പറഞ്ഞതിനെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഔട്ട് ഓഫ് ബ്ലൂ ആദ്യമായിട്ട് ഒരു ദിവസം സുധാകരൻ RSS അനുകൂല നിലപാട് പറയുകയല്ല. അത് ഓർത്തോണം. RSS അനുകൂല നിലപാട് സുധാകരൻ പറയാൻ തുടങ്ങിയിട്ട് നാളെത്രായി. RSSനെ എതിർത്ത് KPCCയുടെ അധ്യക്ഷൻ ഒരു ദിവസം ഒരു നിലപാട് പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ലീഗിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇത് ജനങ്ങളിലേക്ക് ചെന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി. ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം വ്യക്തമായി നമുക്ക് ജനങ്ങൾക്ക് അത്രയും ഓൺ എയർ പോയ ഒരു വിഷയമാണ്. ഗവർണർ ഇറങ്ങി നടക്കുന്നു, മുഖ്യമന്ത്രിയെ മോശമായി പറയുന്നു, മന്ത്രിമാരെ മോശമായി പറയുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ആ അന്തരീക്ഷത്തിൽ ഒരാൾ വന്നിരുന്ന് പറയുകയാണ് ഗവർണർ പറഞ്ഞതൊക്കെ ന്യായമാണ്, ഗവർണർ ചെയ്തത് ശരിയാണ്, RSSകാരെ അപ്പോയിന്റ് ചെയ്തതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ആരാ പറയുന്നത്? കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ഫാസിസത്തെ, ഈ ഇന്ത്യയിൽ നിൽക്കുന്ന RSS സംഘപരിവാർ ശക്തികളെ മൊത്തം നശിപ്പിക്കുമെന്നും പറഞ്ഞ് ഇവിടുന്ന് ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയുടെ അനുയായിയാണ് ഈ പറയുന്നത് RSSകാരൻ ചെയ്തതിന് തെറ്റില്ലെന്നും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന് ഈ രക്ഷപ്പെടാൻ ഒരു മാർഗം എന്താ? പിന്നെ പരമാവധി ശല്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തേത്. രണ്ട്, ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും കടന്ന് വളരെ ജനസമൂഹം ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇവരെന്തോ പറഞ്ഞാലും ജനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക ഒരു കോൺഗ്രസിന്റെ പ്രതിനിധിയോ, അദ്ദേഹം വളരെ ഡെമോക്രാറ്റിക് ആയിട്ടാണ് സംസാരിച്ചത്, അത് വേറെ വിഷയം. ഈ പറയുന്ന കോൺഗ്രസ് പ്രതിനിധിയോ അല്ലെങ്കിൽ BJPയുടെ ഒരാളെയോ, മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വന്ന ആൾക്കാരെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ CPM കൂട്ടിയതാണ്, ഇവരെന്ത് വേണേ പറഞ്ഞോട്ട്, നമുക്കതിനകത്ത് ബോധ്യമുണ്ട് ജനം കൂടിയിട്ടുണ്ടെന്ന്. ജനങ്ങളെ വിശ്വാസം ആർജിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കുള്ള ബോധ്യമുണ്ട്. അത് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട, വീണ്ടും ഇവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ ഫിനിഷ് ഇതിനകത്ത് വരാൻ പോകുന്നു, ഒരു പ്രോപ്പർ ക്ലൈമാക്സ് വരാൻ പോകുന്നു എന്ന് മനസ്സിലായി. ഈ പ്രോപ്പർ ക്ലൈമാക്സ് ഇല്ലാതാക്കാനും കൂടി ഒരു ശ്രമമുണ്ട്. അതല്ല എങ്കിൽ ഈ മഷിക്കുപ്പി സമരം ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഇന്നലെ എത്ര മാന്യമായിട്ടാണ് പോലീസ് പെരുമാറിയത്. ഇവര് പറഞ്ഞല്ലോ, നേരത്തെ 140 മണ്ഡലങ്ങളിലൂ കടന്നു വന്ന ഈ സമരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവരുടെ സമരവും കടന്നു വരുവാണല്ലോ, മുഖ്യമന്ത്രി കടന്നു വരുന്ന പോലെ ഇവര് സമരം കടന്നു വരുവാണല്ലോ. എത്ര മണ്ഡലങ്ങളിൽ ഈ പറയുന്ന പോലീസ് ആക്രമിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ ഭാഗമായി DYFI എന്ന് തന്നെ ഇവര് DYFI എന്ന് പറയുന്ന DYFI ഇവരെ ആക്രമിച്ചതിന്റെ കഥയുണ്ട്. 1-2 മണ്ഡലത്തിലുണ്ട്. അങ്ങനെ ആ മണ്ഡലത്തിൽ മാത്രം എങ്ങനെ വന്നു? തോന്നിവാസം കാണിച്ചുകൊണ്ടാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടിയിട്ടില്ല, ചാടാൻ പോവുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ സ്പീഡ്, അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, VIP സെക്യൂരിറ്റി ഉള്ള ഒരാളാണ്, Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് മുന്നോട്ട് ചെന്ന് ചാടുമ്പം ആൾക്കാർ പ്രതികരണം ഉണ്ടാകും. Z കാറ്റഗറി ഒരു പ്രധാന പ്രശ്നം കൂടിയുണ്ട്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് കൂടിയുണ്ട്. KPCC പ്രസിഡന്റ് ചോദിച്ചത് എന്താണ്? അതായത് അങ്ങനെ ചാടിയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന മനോഭാവത്തിന് പിന്നിലെ ഉദ്ദേശവും താല്പര്യവും എന്താണെന്ന് മനസ്സിലാകും എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയും. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതൊക്കെ ചെയ്യാൻ ചെറുപ്പക്കാരെ നിർദ്ദേശിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത്? അതാണ് ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് പറഞ്ഞാണ്, കൈരളിയിലെ ചർച്ചയിൽ തന്നെ പറഞ്ഞാണ്. ഈ പറയുന്ന നേതാക്കന്മാര് വീരോചിതമായി നിൽക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, ഈ DCC പ്രസിഡന്റും ഈ പറയുന്ന DCC സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിമാരും ഒക്കെ, സംസ്ഥാനത്തൊക്കെ ഒത്തിരി സെക്രട്ടറിമാരുണ്ടല്ലോ, ഇവരൊക്കെ ഈ വണ്ടിയുടെ മുന്നിൽ ചാടാൻ പോകണം. എന്തിനാ ഈ പിള്ളേരെ മാത്രമായിട്ട് പറഞ്ഞു വിടുന്നത്? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. ഇപ്പൊ സതീശനാണെങ്കിലും പറഞ്ഞേച്ച് വീട്ടിൽ പോയതേ ഉള്ളൂ, അടിമേടിക്കാനൊന്നും നിന്നില്ലല്ലോ. സതീശന്റെ വീട്ടിൽ പോയില്ലേ? KPCCയുടെ ഓഫീസിൽ ചെന്ന് നിന്ന് ഇവിടെ വന്നാൽ, ഇവിടെ തൊട്ടാൽ ഞാൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ കീലേരി അച്ചു പറയുന്ന പോലെ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അല്ല, അദ്ദേഹം വഴിക്ക് പോയി പ്രക്ഷോഭം ഉണ്ടാക്കി വരുമ്പോൾ അവർക്കെതിരെ കേസ് വരും. ഇപ്പം സതീശനെതിരെ കേസ് വന്നിട്ടുണ്ട്. സതീശനെതിരെ കേസ് വന്നതിനെ എത്ര മോശമായിട്ടാണ് സതീശൻ അതിന് റെസ്പോൺസ് കൊടുത്തത്? മുഖ്യമന്ത്രിക്കെതിരെയുള്ള റെസ്പോൺസ് എത്ര മോശമാണ്. ഇങ്ങനാണോ ഒരു പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? അല്ലെങ്കിൽ ഒരു പോലീസിനെ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണോ പറയുന്നത്? സംസ്ഥാനത്ത് ഓരോരുത്തരെയും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ തല്ലുമെന്നാണോ പറയുന്നത്? ഏതേലും തരത്തിൽ എക്സസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് ഒരു ആയുധം എടുക്കാൻ ഒരു ഊർജം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ ജോലിയാണ്. അത് മറ്റൊരാൾക്ക് ജോലിയുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിന് ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ കോൺസ്പിറസി അതിനകത്തുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം?
കോൺസ്പിറസി തുടങ്ങിയെന്നല്ലേ ആൾക്കാരെ അടിക്കാനും ബഹളം ഉണ്ടാക്കാനും. ഇനി അടുത്ത ദിവസം കണ്ണൂരോ അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥലത്തോ ഒരു CPM കാരനെയോ അല്ലെങ്കിൽ മറ്റു പോലീസുകാരനെയോ ആരും അടിച്ചാൽ, എനിക്ക് ഒറ്റ സെക്കൻഡ്, അടിച്ചാൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയേണ്ടി വരത്തില്ലേ? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തോറ്റു നിൽക്കുകയാണ്. അതിനകത്ത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു, ഞാൻ ആ ക്ലൈമാക്സിൽ ഒന്നുകൂടെ എടുത്തു പറയുന്നു, സുധാകരന്റെ സ്റ്റേറ്റ്മെന്റിനെ തള്ളിക്കൊണ്ടൊരു പ്രസ്താവന ആർജവത്തോടു കൂടി പറയാം. സുധാകരൻ തിരുത്തിയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. സുധാകരൻ പറഞ്ഞത് തെറ്റാണ്, ഇദ്ദേഹം മര്യാദകരാണ് പറഞ്ഞത്. RSSന്റെ നിലപാടല്ല ഈ പറയുന്ന കോൺഗ്രസിനുള്ളതെന്ന് പറഞ്ഞിട്ട് ബാക്കി പറയുകയാണെങ്കിൽ അതിനുള്ളത് നമുക്ക് ഇവർക്ക് ഊരുണ്ടെന്ന് നമുക്ക് പറയാം.